ഇസ്രായേൽ യുദ്ധത്തിൽ പരിപൂർണ പിന്തുണയായിരുന്നു ചൈനയുടെ ഭാഗത്തു നിന്നും അവർ നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ചൈന തങ്ങളുടെ പരിപൂർണ പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നതും. ഇതോടുകൂടി തന്നെ ഈ യുദ്ധത്തിൽ ഇറാനെ ചൈന സഹായിക്കുന്നുണ്ടോ എന്ന സംശയമടക്കം നിഴലിക്കുകയാണ്. കാരണം ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ തന്നെ ഇറാൻ നടത്തുന്ന മിസൈൽ ആക്രമണങ്ങളുടെ കൃത്യത അത് വർദ്ധിച്ചതായി സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ വിദഗ്ധരടക്കം രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്രായേൽ US സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാൻ ചൈനീസ് സാറ്റലൈറ്റ് നാവിഗേഷൻ സംവിധാനത്തെ ഇറാൻ ഉപയോഗിച്ചിരിക്കുകയാണ് എന്നതാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ആക്രമണത്തിലെ കൃത്യത ഇതാണ് തെളിയിക്കുന്നത് എന്നതാണ് ഫ്രാൻസിന്റെ മുൻ വിദേശകാര്യ ഇന്റലിജൻസ് ഡയറക്ടർ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനു പിന്നിൽ ചൈനയുടെ ബൈഡോ ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനത്തിന്റെ ഒരു ഉപയോഗം കൊണ്ടാകാം എന്നതാണ് സംശയിക്കപ്പെടുന്നത്. അതേസമയം ചൈന വികസിപ്പിച്ച ആഗോള ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനമാണ് ബൈഡോ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. അമേരിക്കയുടെ GPS സംവിധാനത്തെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഈ സിസ്റ്റം 2020 ഔദ്യോഗികമായി തന്നെ പ്രവർത്തനം ആരംഭിച്ചത്. US GPS നാവിഗേഷനായി തന്നെ ഏകദേശം 24 ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുമ്പോൾ ബൈഡോ 45ഓളം ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെയാണ് ഈ നാവിഗേഷൻ സാധ്യമാക്കുന്നത് എന്നതാണ് പ്രധാന പ്രത്യേകതയായി എടുത്തു പറയുന്നത്. നാവിഗേഷനായി തന്നെ ചൈന കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ സ്ഥാനം നിർണ്ണയിക്കുന്നതിൽ കൂടുതൽ കൃത്യത ലഭിക്കുമെന്നതാണ് വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മിസൈലുകളും ഡ്രോണുകളും സാധാരണയായി തന്നെ അതേപോലെ ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം എന്ന സംവിധാനത്തെ ആശ്രയിച്ചുകൊണ്ടാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ദൂരം കൂടുന്തോറും ഈ സംവിധാനത്തിൽ ചെറിയ പിഴവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതേസമയം ഉപഗ്രഹ നാവിഗേഷൻ ഉപയോഗിച്ചാൽ ഈ പിഴവുകൾ തിരുത്തിക്കൊണ്ട് മിസൈലിന്റെ പാത കൂടുതൽ കൃത്യമായി തന്നെ നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പോലും ഇവിടെ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ ബൈഡോ പോലുള്ള നാവിഗേഷൻ സംവിധാനങ്ങൾ മിസൈൽ ആക്രമണങ്ങളുടെ കൃത്യത വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഇറാൻ ആകട്ടെ 2015 മുതൽ ബൈഡോ സാങ്കേതിക വിദ്യ സൈനിക സംവിധാനങ്ങളിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്ന് ചില ഗവേഷകർ അടക്കം കരുതപ്പെടുന്നു. 2021 ചൈനയുമായി ഒപ്പുവെച്ച സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്ത കരാറിന് ശേഷം ഈ സഹകരണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് എന്നതാണ് വിലയിരുത്തൽ സൂചിപ്പിക്കുന്നത്. എങ്കിലും ബൈഡോ ഉപയോഗിക്കുന്നതിനായി തന്നെ ഇറാൻ ഔദ്യോഗികമായി തന്നെ ഇതുവരെയും ഒരു സ്ഥിരീകരണം പോലും പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഇക്കാര്യം ശരിയാണ് എങ്കിൽ ആധുനിക രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് ഇത് വഴിവെച്ചേക്കാമെന്ന് തന്നെയാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. വിവിധ രാജ്യങ്ങൾ അമേരിക്കയുടെ GPS സംവിധാനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും വിവിധ ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യാൻ ഇത് കാരണമായേക്കുമെന്ന് തന്നെയാണ് ഇവിടെ വിലയിരുത്തലായി തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.